ഭക്ഷണം അതും പാകത്തിനനുസരിച്ച് കൊടുത്താൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി തന്റെ വീട്ടിലെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 3 ദിവസം ഭക്ഷണം ഉണ്ടാക്കി. എത്ര ദിവസം? 3 ദിവസം. ഒന്നാമത്തെ ദിവസം നബി തങ്ങളെ വന്ന് വിളിച്ചു, നബിയെ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, തങ്ങളും സ്വഹാബത്തൊക്കെ വരണം എന്നാണ്. എല്ലാരും പോയി, നബി തങ്ങളും പോയി, സ്വഹാബത്തും പോയി, ഭക്ഷണം കഴിച്ചു വന്നു. ഭക്ഷണം കഴിക്കാൻ ആൾ വന്ന് ക്ഷണിച്ചതല്ലേ, സ്വഹാബിയാണ് വന്ന് ക്ഷണിക്കുന്നത്. 2ാം ദിവസവും അതേ സ്വഹാബി വന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിവരം പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല. തങ്ങൾ പറഞ്ഞു, ആവശ്യമുള്ളവര് പോയിക്കോളൂ, പോയി കഴിച്ചു വന്നോളൂ. 3ാമത്തെ ദിവസവും വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, റിയാഉൻ വസുംആ, ലോകമാന്യമാണ്, പേരിന് വേണ്ടിയാണ്, പ്രസിദ്ധിക്ക് വേണ്ടിയാണ്, ആരും പോയേക്കരുത്. എന്താ ഇത് പഠിപ്പിക്കണ അറിയാം? പാകത്തിന് മതി, പാകത്തിന് മതിയാക്കണം, ഓവർ വേണ്ട. നമ്മളെ താല്പര്യങ്ങളെ പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് ഒരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നരകത്ത് പോകാൻ വഴി എളുപ്പമാകും. ചിലർ ചിന്തിക്കുന്ന ഇപ്പൊ കല്യാണത്തിനും ആഘോഷങ്ങളും ഉത്സവങ്ങളിലൊക്കെ ആളുകൾക്കൊരു ഇൻട്രസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരല്പെങ്കിലും, ഒരൗൺസെങ്കിലും, ചില ഭാഗങ്ങളൊക്കെ ഒരൗൺസെങ്കിലും ഒന്ന് മദ്യത്തിന്റെ ഒരു ചെറിയ കുപ്പി, വലുത് വേണ്ട, ചെറുത്, ഒരു 250 200 ഒന്നിങ്ങനെ ഒന്ന് കൊടുത്താല് ഒന്ന് തിന്നൊക്കെ ഒന്ന് ദഹിക്കാനൊക്കെ എളുപ്പല്ലേ, ഒന്ന് ആ കൂട്ടത്തിലൊന്ന് കൊടുത്താൽ ഒരു നല്ലൊരു ഫിറ്റ് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, തനിച്ച ഹറാമല്ലേ ആ ചെയ്യുന്നത്. ബറക്കത്തിന്റെ ഒരു ചെറിയ അംശം പോലും അവിടെ ഇറങ്ങാനുള്ള വഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ജനങ്ങൾ അവരുടെ ഇച്ഛക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോ ഭക്ഷണം വിളമ്പുന്ന തീന്മേശകളിൽ അതാ മദ്യവും വിളമ്പിക്കൊടുക്കുന്ന സാഹചര്യങ്ങൾ വരും. അതേ പല ആഘോഷങ്ങളിലും പല സ്ഥലങ്ങളിലും അതും കാണാൻ തുടങ്ങി. മുസ്ലിമിന്റെ ആഘോഷങ്ങളിൽ പലയിടത്തുനിന്നും കടമെടുത്താണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നഊദു ബില്ലാഹ്, അത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട സംഗതിയാണ്. ഒരു നിലക്കും മുസ്ലിമിന് അനുവദിക്കപ്പെടാത്ത ഒരു സംഗതിയല്ലേ അത്. ആഘോഷമായിട്ടാണെങ്കിലും അല്ലാത്ത രൂപത്തിലാണെങ്കിലും സഹോദരന്മാരെ, ആഘോഷ ദിവസം ധരിക്കുന്ന വസ്ത്രങ്ങൾ പിറ്റേന്നും പിറ്റത്താഴ്ചയൊക്കെ ധരിക്കാൻ പറ്റുന്ന പാകത്തിലാകണം. 1 മണിക്കൂർ മാത്രം ഇട്ട് ഒഴിവാക്കുന്ന 10,000-ന്റെ വസ്ത്രം വാങ്ങരുത്. 1 മണിക്കൂർ മാത്രം ധരിച്ചിട്ട് കൊട്ടയിലേക്ക് തള്ളുന്ന 25,000-ന്റെ വസ്ത്രം വാങ്ങരുത്. പിന്നത് ഒരിക്കൽ പോലും ധരിക്കുന്നില്ല, പിന്നത് ഉപേക്ഷിക്കുകയാണ്. ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ സ്വീകരിക്കരുത്, ആ രൂപത്തിലുള്ള മോഡലുകളും സ്വീകരിക്കരുത്. അത് നമുക്ക് അന്യമാണ്. പ്രയാസകരമായ ചില സംഗതികൾ നമുക്ക് തോന്നും അത് പ്രയാസമാണ് എന്ന്, പക്ഷേ ദീനിന്റെ നിയമം അതാണോ അത് അംഗീകരിച്ചുകൊണ്ട് ചെയ്യണം, അതിൽ മാറ്റമില്ല. അതേ ആഘോഷ ദിവസത്തിൽ തന്നെ പുരുഷന് വിലക്കേർപ്പെടുത്തപ്പെട്ട വിഷയമാണ്. അവന്റെ കയ്യിനോ അവന്റെ കാലിനോ അവന്റെ മുഖത്തോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ മൈലാഞ്ചി കൊണ്ട് വരവരക്കുന്നതും എഴുതിപ്പിടിപ്പിക്കുന്നതും പുരുഷന് ഹറാമാണെന്ന് മാത്രമല്ല, കബീറത്താണ്, വൻകുറ്റമാണ്. കയ്യിനും കാലിനും പുരുഷന് മൈലാഞ്ചി ഇടാൻ പാടില്ലല്ലോ, അത് ഹറാമാണ്, വൻകുറ്റമാണ്. പുരുഷന് മൈലാഞ്ചി തേക്കേണ്ടത് നരബാധിച്ച അവന്റെ താടിക്കും തലക്കുമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർക്കശ്യമായി പറഞ്ഞത് ഇതാണ്. ചില ആളുകൾക്ക് ആഗ്രഹവും താല്പര്യവുമായി തോന്നുന്നത് അത് ഉപേക്ഷിക്കേണ്ടതാണ്, ആ രൂപഭാവങ്ങൾ മാറ്റേണ്ടതാണ്. ഈ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തേണ്ടത്. മറ്റുള്ളത് തെറ്റാണ്. സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന് വന്നിരിക്കുന്ന ആളുകളെ സൽക്കരിക്കുന്നത് നല്ല വിധമാകണം. ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് സൗഹൃദവേദി നീ ഉണ്ടാക്കരുത്, അത് അന്യമാണ്. ഏറ്റവും കൂടുതൽ ആണും പെണ്ണും അന്യമായി നിൽക്കുന്നത് ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ മാത്രമാണ് ഇപ്പൊ കാണുന്നത്. കണ്ടില്ലേ, സ്ത്രീകൾ അവിടെ, പുരുഷന്മാരിവിടെ. കല്യാണ വേദികളിലൊക്കെ പോയാൽ ചില സ്ഥലങ്ങളിൽ സുബ്ഹാന ജല്ല ജലാലുഹു
ആണും പെണ്ണും ഇടകലർന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന രൂപഭാവങ്ങൾ കാണുന്നു. അപ്പൊ ചോദിക്കുമ്പോ പറയുന്നു ഒക്കെ കുടുംബക്കാരാണ്. ഇത് വന്നവര് മുഴുവനും കൊണ്ട് കുടുംബക്കാരായി അറ്റ ദിവസം അങ്ങോട്ട് മാറിയതാണ്. പെണ്ണിന് വേറെ സെക്ഷൻ ഉണ്ടാക്കിയിട്ട് വേറെ പണ്ട്. നന്മകളെ കൊണ്ട് മുന്നേറണം. നമ്മുടെ ഈ നാട്ടിൽ നന്മകളെ കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ കുറവാകരുത്, കൂടുതൽ വരണം. സ്വലാത്ത് മജ്‌ലിസുകളിൽ സഹോദരങ്ങളെ സജീവമാകണം. ജുമുഅക്ക് വരുന്നിടത്ത് നേരത്തെ വരുന്ന സ്വഭാവം ഉണ്ടാകണം. മുൻപന്തിയിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിൽ